വെൽക്കം ബാക്ക് ടു കിച്ചൺ ഫിലോസഫി. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതുപോലെ നല്ല രുചിയുള്ള പെപ്പർ മഷ്റൂമിന്റെ റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. പെപ്പർ മഷ്റൂം ഉണ്ടാക്കാൻ ആദ്യം ഒരു ചൂടായ കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിഞ്ഞാൽ 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇത് ചേർക്കുന്നത് ഈ പെപ്പർ മഷ്റൂമിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പെരിഞ്ജീരകം പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 2 വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു മീഡിയം സൈസ് വലിയുള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് ഉള്ളി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഉള്ളി വഴറ്റിയെടുക്കുന്നതിലും നല്ലത് ഇങ്ങനെ കാരമലൈസ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോഴാണ് ഈ പെപ്പർ മഷ്റൂമിന് ഒന്നുകൂടെ രുചി തോന്നുന്നത്. ഇപ്പൊ ഉള്ളിയൊക്കെ ഗോൾഡൻ കളർ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഇതും ചേർത്ത് ഇതിന്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ചിട്ട് മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് ഈ എണ്ണയിലിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. മസാലപ്പൊടികളൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മഷ്റൂം ആണ് ചേർക്കുന്നത്. ഞാൻ ഇതുപോലുള്ള ബട്ടൺ മഷ്റൂം ആണ് എടുത്തിട്ടുള്ളത്. മഷ്റൂം ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെക്കരുത്. വെള്ളത്തിലിട്ട് വെക്കാതെ ഓരോ മഷ്റൂമായിട്ട് കഴുകിയെടുത്താൽ മതി. കഴുകിയെടുത്തു കഴിഞ്ഞാൽ അതിലെ ഈർപ്പൊക്കെ ഒന്ന് തുടച്ചു കളയണം. അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു 200 ഗ്രാം മഷ്റൂം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ പാകത്തിന് ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മഷ്റൂം വേവിച്ചെടുക്കാൻ വെള്ളമൊന്നും ചേർക്കരുത്. ഇത് അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പൊ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ഈ മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പൊ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മഷ്റൂമിന് അധികം വേവില്ലാത്തതാണ്. കുറഞ്ഞത് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടും. ഇപ്പൊ മഷ്റൂം അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. നേരത്തെ ഇത് വേവിക്കാൻ വെക്കുമ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ മഷ്റൂമിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ മഷ്റൂം കഴുകിയെടുക്കുമ്പോൾ വെള്ളത്തിലിട്ട് വെക്കരുത്. വെള്ളത്തിലിട്ട് വെച്ചാൽ ഈ മഷ്റൂമിൽ നല്ലോണം വെള്ളം കയറിയിട്ട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ആകെ കുഴഞ്ഞു പോവും. കുഴഞ്ഞു പോയാൽ നമ്മൾ വിചാരിച്ച അത്ര രുചി കിട്ടൂല. അപ്പൊ ഇത് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പെപ്പർ മഷ്റൂം ആക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിലെ വെള്ളമൊക്കെ പാകത്തിന് വറ്റി കിട്ടിയിട്ടുണ്ട്. അവസാനമായിട്ട് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളക് കുക്ക് ചെയ്തെടുക്കണം എന്നില്ല. ഇതിന്റെ ചൂടിൽ കിടന്ന് തന്നെ ഒന്ന് കുക്കായാൽ മതി. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ പെപ്പർ മഷ്റൂം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നല്ല രുചിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ പെപ്പർ മഷ്റൂം. ഇത് അപ്പത്തിന്റെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്. അപ്പൊ എപ്പോഴെങ്കിലും മഷ്റൂം മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. അതുപോലെ എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വേറെ നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ലുലു മജൻ സൈനിങ് ഓഫ്. ബൈ.